പരിചയപ്പെടാം. പോപ്പുലേഷൻ കോമ്പോസിഷൻ അല്ലെങ്കിൽ ജനസംഖ്യാ സംരചന. എന്താണ് ജനസംഖ്യാ സംരചന? ഏതൊരു പ്രദേശത്തിൻ്റെയും ജനസംഖ്യയുടെ വൈവിധ്യത്തെ ജനസംഖ്യാ സംരചന എന്ന് പറയുന്നു. അടുത്തത് കമ്പോണൻസ് ഓഫ് പോപ്പുലേഷൻ കോമ്പോസിഷൻ അല്ലെങ്കിൽ ജനസംഖ്യാ സംരചനയുടെ ഘടകങ്ങൾ. പ്രധാനമായും 5 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തേത് സെക്സ് റേഷ്യോ അല്ലെങ്കിൽ ലിംഗാനുപാതം. 2 ഏജ് സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രായഘടന. 3 റൂറൽ അർബൻ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഗ്രാമ നഗര സംരചന. ലിറ്ററസി അല്ലെങ്കിൽ സാക്ഷരത. ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ അല്ലെങ്കിൽ തൊഴിൽ ഘടന. ഈ 5 ഘടകങ്ങളാണ് പ്രധാനമായും ജനസംഖ്യാ സംരചന എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒന്നാമത് നോക്കാം, സെക്സ് റേഷ്യോ അല്ലെങ്കിൽ ലിംഗാനുപാതം. ദി റേഷ്യോ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് വിമൻ ആൻഡ് മെൻ ഇൻ എ പോപ്പുലേഷൻ ഈസ് കാൾഡ് സെക്സ് റേഷ്യോ. അല്ലെ, ഒരു ജനസംഖ്യയിലെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണങ്ങൾ തമ്മിലുള്ള അനുപാതത്തെയാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിംഗാനുപാതം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫീമെയിൽ പോപ്പുലേഷൻ ഡിവൈഡ് ബൈ മെയിൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 അല്ലെങ്കിൽ സ്ത്രീ ജനസംഖ്യ ഡിവൈഡ് ബൈ പുരുഷ ജനസംഖ്യ ഇൻറ്റു 1000. അല്ലേ, 1000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ എന്നുള്ള നിലയിലാണ് ഇന്ത്യയിൽ സെക്സ് റേഷ്യോ അല്ലെങ്കിൽ ലിംഗാനുപാതം കണക്കാക്കുന്നത്. മറ്റു രാജ്യങ്ങളിൽ ഇത് കണക്കാക്കുന്നത് 1000 സ്ത്രീകൾക്ക് എത്ര പുരുഷന്മാർ എന്നുള്ള നിലയിലാണ്. അപ്പം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോർമുല മെയിൽ പോപ്പുലേഷൻ ഡിവൈഡ് ബൈ ഫീമെയിൽ പോപ്പുലേഷൻ ഇൻറ്റു 1000. വൈ സെക്സ് റേഷ്യോ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഈ ഒരു ലിംഗാനുപാതം വളരെ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് നോക്കാം. ദി സെക്സ് റേഷ്യോ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി സ്റ്റാറ്റസ് ഓഫ് വുമൻ ഇൻ എ കൺട്രി. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ ഒരു സ്ത്രീകളുടെ പദവി എങ്ങനെയാണെന്ന് നിശ്ചയിക്കാൻ ഈ ഒരു സെക്സ് റേഷ്യോ അല്ലെങ്കിൽ ലിംഗാനുപാതം അനലൈസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. ഇൻ റീജിയൻ വെയർ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഈസ് റാമ്പൻറ്റ്, ദി സെക്സ് റേഷ്യോ ഈസ് ബോൺ ടു ബി അൺഫേവറബിൾ ടു വിമൻ. നമുക്കറിയാം, ലിംഗ വിവേചനം ഉള്ള ഇടങ്ങളിൽ അവിടെയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ മോശമായിരിക്കും. അല്ലേ, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ളത് നോക്കാം. ഫീമെയിൽ ഫീറ്റിസൈഡ് അല്ലെങ്കിൽ പെൺഭ്രൂണ ഹത്യ. അല്ലേ, ഭ്രൂണത്തിലിരിക്കുമ്പോൾ തന്നെ പെൺകുഞ്ഞുങ്ങളെ കൊല്ലുന്ന അവസ്ഥ. ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് അല്ലെങ്കിൽ പെൺ ശിശു ഹത്യ, ജനിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ആ ഒരു പ്രവണത. അല്ലേ, ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഗാർഹിക പീഡനങ്ങൾ. ഇവയെല്ലാമാണ് നേരിടുന്ന പ്രദേശങ്ങളിലാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്ന് പറയുക. അല്ലേ, യു മസ്റ്റ് റിമെമ്പർ ദാറ്റ് more women in the population does not means they have a better status. It could be that the men might have migrated to other areas for employment. ഒരു സ്ഥലത്ത് ലിംഗാനുപാതം നല്ല രീതിയിലാണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലാണെന്ന് കണ്ടാൽ അവിടെ സ്ത്രീകളുടെ സ്റ്റാറ്റസ് മെച്ചപ്പെട്ടതാണെന്ന് അർത്ഥമില്ല. ചിലപ്പോൾ അവിടെയുള്ള മെയിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ പുരുഷ ജനസംഖ്യ മറ്റു ഇടങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലേക്ക് വിവിധ തൊഴിൽ ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നതും ഇത്തരത്തിൽ സ്ത്രീകളുടെ ആ ഒരു അനുപാതം കൂടി നിൽക്കുന്നതിന് കാരണമാണ്. ദി വേൾഡ് പോപ്പുലേഷൻ റിഫ്ലക്ട്സ് എ സെക്സ് റേഷ്യോ ഓഫ് 102 മെയിൽസ് പെർ 1000 ഫീമെയിൽസ്. അപ്പോൾ നമുക്കറിയാം, ലോക ജനസംഖ്യയിൽ 102 പുരുഷന്മാർക്ക് 100 സ്ത്രീകൾ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ ഏതാണ് കൂടുതൽ? സ്ത്രീകൾ കുറവും പുരുഷന്മാരുടെ എണ്ണം കൂടുതലുമാണ്. അപ്പോൾ സ്ത്രീകളുടെ സ്റ്റാറ്റസ് പൊതുവായിട്ട് കണക്കാക്കിയാൽ കുറച്ച് ബാക്കിലോട്ടാണ്. അല്ലേ, ദി ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഇൻ ദി വേൾഡ് ഹാസ് ബീൻ റെക്കോർഡഡ് ഇൻ ലാറ്റ്വിയ വെയർ ദെയർ ആർ 85 മെയിൽ പെർ 100 ഫീമെയിൽസ്. ഏറ്റവും സെക്സ് റേഷ്യോ അല്ലെങ്കിൽ ലിംഗാനുപാതം കൂടി നിൽക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ലാറ്റ്വിയയാണ്. അതായത് 100 സ്ത്രീകൾക്ക് 85 പുരുഷന്മാർ എന്നുള്ള നിലയിലാണ്. അല്ലേ, ഫീമെയിൽസിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളുടെ എണ്ണം ഇവിടെ കൂടി നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഹയസ്റ്റ് സെക്സ് റേഷ്യോ എന്ന് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ലാറ്റ്വിയയാണ്.
In contrast, in Qatar, there are 311 males per 100 females. നമുക്കറിയാം ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന ലിംഗാനുപാതം കുറഞ്ഞു നിൽക്കുന്ന രാജ്യമാണ് ഖത്തർ. അവിടെ 311 പുരുഷന്മാർക്ക് 100 സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 100 സ്ത്രീകൾക്ക് 311 മെയിൽസ് പുരുഷന്മാരുണ്ട്. അപ്പം നല്ലൊരു അന്തരമാണ് അവിടെ നിലനിൽക്കുന്നത് അല്ലേ. അപ്പം അവിടെ സ്ത്രീകളുടെ അവസ്ഥ വളരെ മോശമാണ് എന്നുള്ള ഒരു അനാലിസിസ് ആണ്, അല്ലെങ്കിൽ ഒരു അപഗ്രഥനമാണ് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. അടുത്തത് ഏജ് സ്ട്രക്ചർ അല്ലേ, പ്രായഘടന. എന്താണ് പ്രായഘടന എന്ന് നോക്കാം. ഏജ് സ്ട്രക്ചർ റെപ്രസെൻറ്റ് ദി നമ്പർ ഓഫ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ് അല്ലേ. വ്യത്യസ്ത പ്രായ വിഭാഗങ്ങളിലുള്ള ജനങ്ങളുടെ എണ്ണത്തെയാണ് പ്രായഘടന കൊണ്ട് സൂചിപ്പിക്കുന്നത്. വൈ ഏജ് സ്ട്രക്ചർ ഓഫ് എ പോപ്പുലേഷൻ ഈസ് സിഗ്നിഫിക്കൻറ്റ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഏജ് സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രായഘടന വളരെ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പറയുന്നതെന്ന് നോക്കാം. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് പോപ്പുലേഷൻ കോമ്പോസിഷൻ. ജനസംഖ്യാ സംരചനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഏജ് സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രായഘടന. എ ലാർജ് സൈസ് ഓഫ് പോപ്പുലേഷൻ ഇൻ എ ഗ്രൂപ്പ് ഓഫ് 15 to 59 ഇൻഡിക്കേറ്റ്സ് എ ലാർജ് വർക്കിംഗ് പോപ്പുലേഷൻ. അപ്പോൾ ഒരു സ്ഥലം എടുത്താൽ അവിടുത്തെ ജനസംഖ്യ എടുത്താൽ 15 വയസ്സിനും 59 വയസ്സിനും പ്രായമായവരുടെ എണ്ണത്തിൽ വർധനവ് അവരാണ് കൂടുതലെങ്കിൽ ആ ഒരു പോപ്പുലേഷനെ എന്തെന്ന് വിളിക്കാം, തൊഴിൽ ചെയ്യുന്ന ജനസംഖ്യ എന്ന് വിളിക്കാം. അതേപോലെ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ എബോവ് 60 years റെപ്രസെൻറ്റ് ആൻ ഏജിങ് പോപ്പുലേഷൻ വിച്ച് റിക്വയർസ് മോർ എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. നമുക്കറിയാം ഒരു പോപ്പുലേഷൻ എടുത്താൽ ഒരു പ്രദേശത്തെ ജനസംഖ്യ എടുത്താൽ 60 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ എണ്ണമാണ് കൂടുതലെങ്കിൽ ആ ഒരു ജനസംഖ്യ പ്രായാധിക്യ ജനസംഖ്യ എന്ന് പറയാം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, കൂടുതൽ എക്സ്പെൻഡിച്ചറും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സിമിലർലി ഹൈ പ്രൊപ്പോർഷൻ ഓഫ് യങ് പോപ്പുലേഷൻ വുഡ് മീൻ ദാറ്റ് ദി റീജിയൻ ഹാസ് ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ദി പോപ്പുലേഷൻ ഈസ് യൂത്ത്ഫുൾ. നമുക്കറിയാം ഈ 15 വയസ്സിൽ താഴെയുള്ള പോപ്പുലേഷനാണ് ഒരു പ്രദേശത്തെ കണക്കെടുക്കുമ്പോൾ കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ ആ ഒരു പ്രദേശത്തെ യുവ ജനസംഖ്യയാണ് കൂടുതൽ എന്ന് പറയാം അല്ലേ. യുവാക്കളാണ് അവിടെ കൂടുതൽ. അപ്പം ഇതിനുള്ള കാരണം എന്ന് പറയുന്നത് ഹൈ ബർത്ത് റേറ്റ് ആണ് അല്ലെ, ഉയർന്ന ജനന നിരക്കാണ്. അടുത്തത് ഏജ് സെക്സ് പിരമിഡ്, പ്രായ ലിംഗ പിരമിഡ്. ദി ഏജ് സെക്സ് സ്ട്രക്ചർ ഓഫ് എ പോപ്പുലേഷൻ റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് ഫീമെയിൽസ് ആൻഡ് മെയിൽസ് ഇൻ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ് അല്ലേ. എന്താണ് ഒരു ജനസംഖ്യയുടെ വിവിധ പ്രായത്തിലുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് പ്രായ ലിംഗ ഘടന. എ പോപ്പുലേഷൻ പിരമിഡ് ഈസ് യൂസ്ഡ് ടു ഷോ ദി ഏജ് സെക്സ് സ്ട്രക്ചർ ഓഫ് ദി പോപ്പുലേഷൻ. എന്താണ് പോപ്പുലേഷൻ പിരമിഡ് അല്ലെങ്കിൽ ജനസംഖ്യാ പിരമിഡ് എന്ന് നോക്കാം. എന്താണ് ഏജ് സെക്സ് സ്ട്രക്ചർ ഓഫ് ദി പോപ്പുലേഷനെ കാണിക്കുന്നതാണ് എ പോപ്പുലേഷൻ പിരമിഡ്. അതായത് പ്രായ ലിംഗ ഘടനയെ സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആണ് എന്തെന്ന് പറയുന്നത് ഒരു പോപ്പുലേഷൻ പിരമിഡ് അല്ലെങ്കിൽ ജനസംഖ്യാ പിരമിഡ് എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ജനസംഖ്യാ പിരമിഡ് ഉണ്ട്. ഒന്ന് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ അല്ലേ, വികസിക്കുന്ന ജനസംഖ്യ. ഇറ്റ് ഈസ് ദി ഏജ് സെക്സ് പിരമിഡ് ഓഫ് നൈജീരിയ ഇത്തരത്തിലുള്ള എക്സ്പാൻഡിങ് പോപ്പുലേഷൻ അല്ലെങ്കിൽ വികസിക്കുന്ന ജനസംഖ്യയ്ക്ക് ഉദാഹരണമാണ്. ഇറ്റ് ഈസ് എ ട്രയാങ്കുലർ ഷേപ്ഡ് പിരമിഡ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എക്സ്പാൻഡിങ് പോപ്പുലേഷൻ പിരമിഡിൻ്റെ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും, ട്രയാങ്കുലർ ഇൻ ഷേപ്പാണ് അല്ലേ, ത്രികോണ ആകൃതി. വിത്ത് എ വൈഡ് ബേസ്. അതിൻ്റെ ഒരു താഴ്ഭാഗം അല്ലെങ്കിൽ അടിത്തറ വിശാലമാണ്, മുകളിലോട്ട് പോകുന്തോറും വീതി കുറഞ്ഞു വരും അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടിപ്പിക്കൽ ഓഫ് ലെസ് ഡെവലപ്ഡ് കൺട്രീസ്. ഇത്തരത്തിലുള്ള ഒരു പിരമിഡ് എക്സ്പാൻഡിങ് പോപ്പുലേഷൻ പിരമിഡ് എന്ന് പറയുന്നത് എവിടെയാണ് കാണുന്നത്, കൂടുതലായിട്ടും താരതമ്യേന വികസനം കുറഞ്ഞ രാഷ്ട്രങ്ങൾ അല്ലേ, അവികസിത രാഷ്ട്രങ്ങളിലാണ് ഈ ഒരു പിരമിഡ്. അവിടുത്തെ പോപ്പുലേഷൻ എടുത്ത് പ്രായലിംഗ പിരമിഡ് വരച്ചാൽ ഇത്തരത്തിലുള്ള ഷേപ്പ് കിട്ടും. ഏത്, ട്രയാങ്കുലർ ഷേപ്പ് കിട്ടും. ദീസ് ഹാവ് ലാർജർ പോപ്പുലേഷൻ ഇൻ ലോവർ ഏജ് ഗ്രൂപ്പ് ഡ്യൂ ടു ഹൈ ബർത്ത് റേറ്റ്. ഇവിടെ ബേസ് വൈഡ് ആവാൻ കാരണം, അടിത്തറ വിശാലമാകാൻ കാരണം ഉയർന്ന ജനനിരക്കാണ്. അപ്പോൾ ഇവിടെ ഏത് പോപ്പുലേഷൻ ആയിരിക്കും കൂടുതൽ, യങ് പോപ്പുലേഷൻ ആയിരിക്കും കൂടുതൽ.
അടുത്തത് കോൺസ്റ്റന്റ് പോപ്പുലേഷൻ അല്ലെങ്കിൽ സ്ഥിരമായ ജനസംഖ്യ. ഉദാഹരണം ഓസ്ട്രേലിയയുടെ ഏജ് 6 പിരമിഡാണ്. ഇവിടെ ചിത്രത്തിൽ കാണുന്നുണ്ട് അല്ലേ. ഈ ഒരു പിരമിഡിനകത്ത് വലതുവശത്ത് ഫീമെയിൽ പോപ്പുലേഷനെയും ഇടതുവശത്ത് മെയിൽ പോപ്പുലേഷൻ്റെ ശരാശരിയുമാണ് കാണുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദി ബെൽ ഷേപ്ഡ് ആൻഡ് ടാപ്പേർഡ് ടുവേഴ്സ് ദി ടോപ്പ്. നമുക്കറിയാം ആദ്യം പറഞ്ഞതിൻ്റെ അല്ലെങ്കിൽ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ്റെ ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ആയിരുന്നു. കോൺസ്റ്റൻറ്റ് പോപ്പുലേഷൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? ബെൽ ഷേപ്ഡ് ആണ്. ആ ഷേപ്പ് വളരെ പ്രധാനമാണ്. അപ്പോൾ ടാപ്പേർഡ് ടുവേഴ്സ് ദി ടോപ്പ്, മുകളിലേക്ക് പോകുന്തോറും ആ ഒരു വീതി കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് അല്ലേ. ദിസ് ഷോസ് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ് ആർ ആൾമോസ്റ്റ് ഈക്വൽ ലീഡിങ് ടു നിയർ കോൺസ്റ്റൻറ്റ് പോപ്പുലേഷൻ. ഏകദേശം ഒരു സ്ഥിരമായ ജനസംഖ്യ രേഖപ്പെടുന്ന ഒരു പ്രായഘടന രേഖപ്പെടുന്ന ഒരു പിരമിഡാണ്. അപ്പം ഏകദേശം ജനനവും മരണവും ഓൾമോസ്റ്റ് ഈക്വലാണ്. അടുത്തത് ഡിക്ലൈനിങ് പോപ്പുലേഷൻ അല്ലെങ്കിൽ കുറയുന്ന ജനസംഖ്യ. എക്സാമ്പിൾ ജപ്പാൻ്റെ ഏജ് 6 പിരമിഡാണ്. ഇറ്റ് ഈസ് നാരോ ബേസ് ആൻഡ് ടാപ്പേർഡ് ടോപ്പ് ഷോയിങ് ലോ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ്. നമുക്കറിയാം ഇതുവരെ പറഞ്ഞതെല്ലാം അത്യാവശ്യം ആദ്യം പറഞ്ഞത് അല്ലെങ്കിൽ എക്സ്പാൻഡിങ് പോപ്പുലേഷൻ്റെ ബേസ് വൈഡായിരുന്നു. ഇതായപ്പോഴത്തേക്കോ ഡിക്ലൈനിങ് പോപ്പുലേഷൻ ആയപ്പോഴത്തേക്കോ ബേസ് നാരോ ബേസ് ആയി അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്താണ്? ലോ ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്. ലോ ബർത്ത് റേറ്റ് ആയതുകൊണ്ടാണ് അതിൻ്റെ ബേസ് നാരോ ആവാൻ കാരണം. ദി പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻ ഡെവലപ്ഡ് കൺട്രീസ് ഈസ് യൂഷ്വലി 0 ഓർ നെഗറ്റീവ്. അപ്പോൾ നമ്മൾ ഈ ഡിക്ലൈനിങ് പോപ്പുലേഷൻ അല്ലെങ്കിൽ കുറയുന്ന ജനസംഖ്യ രേഖപ്പെടുത്തുന്നത് ഡെവലപ്ഡ് കൺട്രീസിലാണ്, വികസിത രാഷ്ട്രങ്ങളിലാണ്. അവിടുത്തെ ജനസംഖ്യ വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത് ഏകദേശം 0 അല്ലെങ്കിൽ അതിൽ താഴെയോ നെഗറ്റീവോ ആയിരിക്കും. ഇനി അടുത്തത് റൂറൽ അർബൻ കോമ്പോസിഷൻ, ഗ്രാമ നഗര സംരചന. The population can be divided into rural and urban population on the basis of place of residence അല്ലേ. വാസസ്ഥലങ്ങളെ അനുസരിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളെ അടിസ്ഥാനമാക്കി പോപ്പുലേഷനെ ജനസംഖ്യയെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് റൂറൽ, 2 അർബൻ. ഗ്രാമം നഗരം എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം. വൈ ഈസ് ദിസ് ഡിവിഷൻ നെസസറി? ഈ ഒരു ഡിവിഷൻ്റെ ഒരു ആവശ്യം എന്താണെന്നുള്ളതാണ്. ബിക്കോസ് റൂറൽ ആൻഡ് അർബൻ ലൈഫ് സ്റ്റൈൽ ഡിഫർ ഫ്രം ഈച്ച് അതർ ഇൻ ടേംസ് ഓഫ് ദെയർ ലൈവ്ലിഹുഡ് ആൻഡ് സോഷ്യൽ കണ്ടീഷൻ. സാമൂഹികപരമായിട്ടും അവരുടെ ജീവിത രീതിയും എല്ലാം പരിശോധിച്ചാൽ നഗരവും ഗ്രാമവും തമ്മിൽ വലിയ അന്തരമുണ്ട് അല്ലേ. ദി ഏജസ്, സെക്സ്, ഒക്കുപേഷണൽ സ്ട്രക്ചർ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആൻഡ് ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് വേരി ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ്. ആ ഏജ്, സെക്സ് അല്ലെങ്കിൽ പ്രായം, ലിംഗം, പിന്നെന്താണ് ഒക്കുപേഷൻ, തൊഴിൽ ഘടന, ഡെൻസിറ്റി അല്ലെങ്കിൽ എന്താ പറയുക ജനസാന്ദ്രത, ഇവയെല്ലാം ഗ്രാമങ്ങളിലും നഗരപ്രദേശങ്ങളിലും വളരെ വ്യത്യസ്തമാണ്. വാട്ട് ആർ ദി ക്രൈറ്റീരിയൻ ഫോർ ഡിഫറൻഷിയേറ്റിംഗ് റൂറൽ ആൻഡ് അർബൻ പോപ്പുലേഷൻ? ഇതൊക്കെയാണ് ക്രൈറ്റീരിയൻ നോക്കാം റൂറൽ അർബൻ എന്നിങ്ങനെ തിരിക്കാൻ. ഇറ്റ് വേരീസ് ഫ്രം കൺട്രീസ് ടു കൺട്രി. പല രാജ്യങ്ങളിലും ഈ ഒരു അർബൻ റൂറൽ എന്നുള്ള വേർതിരിവ് അത് ആ ഒരു ഡിഫറെൻ്റ് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ഇൻ ജനറൽ ടേംസ് റൂറൽ ഏരിയാസ് ആർ ദോസ് where people are engaged in primary activities and urban areas are those where when majority of the people population working അല്ലെങ്കിൽ engaged in non primary activities. നമുക്കറിയാം ഒരു റൂറൽ ഏരിയ അല്ലെങ്കിൽ ഗ്രാമപ്രദേശം എന്ന് പറയണമെങ്കിൽ അവിടെയുള്ള ആളുകളുടെ തൊഴിൽ അല്ലെങ്കിൽ അവർ പ്രാഥമിക മേഖലയിലാണ് മെയിനായിട്ടും എൻഗേജ് ചെയ്യുന്നത്. അതായത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് റൂറൽ ഏരിയ അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തിലെ ആളുകൾ എൻഗേജ് ചെയ്യുന്നത്. പക്ഷേ അർബൻ ഏരിയയിലാകുമ്പോഴത്തേക്കും അവിടെയുള്ള ആളുകൾ നോൺ പ്രൈമറി ആക്ടിവിറ്റീസിലാണ് അല്ലേ, പ്രാഥമികേതര ആക്ടിവിറ്റീസ് പ്രവർത്തനങ്ങളിലാണ്. കൃഷി ഒഴികെയുള്ള മറ്റു ദ്വിതീയ തൃതീയ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ് ഈ പറയുന്ന നഗരപ്രദേശങ്ങളിലുള്ളത്. റൂറൽ അർബൻ സെക്സ് കോമ്പോസിഷൻ ഓഫ് സെലക്റ്റഡ് കൺട്രീസ്. നഗര ഗ്രാമ ലിംഗഘടന അല്ലേ, സംരചന പല രാജ്യങ്ങളിൽ ഒരു 6 രാജ്യങ്ങളിലെ കാര്യം അതിനകത്ത് കൊടുത്തേക്കുണ്ട്.
ഇതൊന്ന് അനലൈസ് ചെയ്താൽ ഒരു ബാർ അർബൻ ഏരിയയും വേറൊന്ന് റൂറൽ ഏരിയ ആണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? സിംബാബ്വേയും നേപ്പാളും. അതെന്ന് പറയുന്നത് ഒന്ന് ആഫ്രിക്കൻ കൺട്രി, സിംബാബ്വെ ആഫ്രിക്കൻ കൺട്രിയും നേപ്പാള് ഏഷ്യൻ കൺട്രിയുമാണ്. അപ്പോൾ അവിടെ രണ്ടും അർബൻ ഏരിയയിൽ ഫീമെയിൽസിൻ്റെ എണ്ണം കുറവാണ്. അർബൻ ഏരിയയിൽ ഫീമെയിലിൻ്റെ എണ്ണം കുറവും റൂറൽ ഏരിയയിൽ ഫീമെയിലിൻ്റെ എണ്ണം കൂടുതലുമാണ്. നേരെ മറിച്ച് കാനഡ, ബ്രസീൽ, ഫിൻലാൻഡ്, ന്യൂസിലാൻഡ് മുതലായ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിൽ എങ്ങനെയാണ്? അർബൻ ഏരിയയിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലും റൂറൽ ഏരിയയിൽ സ്ത്രീകളുടെ എണ്ണം കുറവുമാണ്. In countries like Nepal, Pakistan, India, females outnumber males in rural areas and males outnumber females in urban areas. നമുക്കറിയാം, തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിനകത്ത് ഒരു 2 ഡിവിഷൻ ഉണ്ട് അല്ലേ. ഇന്ത്യയും നേപ്പാളും പാകിസ്ഥാനും എല്ലാം ഡെവലപ്ഡ് അല്ല അല്ലേ, ഡെവലപ്പിംഗ് കൺട്രീസാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു ഇതെന്ന് വെച്ചാൽ എങ്ങനെയാണ്? റൂറൽ ഏരിയാസിൽ ഫീമെയിൽസിൻ്റെ എണ്ണം അല്ലെങ്കിൽ സ്ത്രീകളുടെ എണ്ണം കൂടുതലും അർബൻ ഏരിയയിൽ സ്ത്രീകളുടെ എണ്ണം കുറവുമാണ്. നേരെ തിരിച്ച് ഡെവലപ്ഡ് കൺട്രീസ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിൽ എങ്ങനെയാണ്? സ്ത്രീകളുടെ എണ്ണം റൂറൽ ഏരിയാസിൽ കുറവും സ്ത്രീകളുടെ എണ്ണം അർബൻ ഏരിയാസിൽ കൂടുതലുമാണ്. ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ദി സെക്സ് റേഷ്യോ ഇൻ ഏഷ്യൻ അർബൻ ഏരിയാസ് റിമെയിൻ മെയിൽ ഡോമിനേറ്റ് ഡ്യൂ ടു പ്രിഡോമിനൻസ് ഓഫ് മെയിൽ മൈഗ്രേഷൻ. നമുക്കറിയാം, അർബൻ ഏരിയാസിലേക്ക് വിവിധ തൊഴിൽ ആവശ്യങ്ങൾക്കായിട്ടെല്ലാം അവിടുത്തെ ഏത് രാജ്യത്തിൻ്റെയാണോ അല്ലെങ്കിൽ വികസ്വര രാഷ്ട്രങ്ങളിലെ ആളുകൾ വിവിധ തൊഴിൽ തേടി മറ്റു രാജ്യങ്ങളിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പോകുന്നത് റൂറൽ ഏരിയാസിൽ പുരുഷന്മാരുടെ എണ്ണത്തിൽ കുറവും അർബൻ ഏരിയാസിൽ കൂടാനും കാരണമാകും. സ്വാഭാവികമായും ഫീമെയിൽസിൻ്റെ എണ്ണം അല്ലെങ്കിൽ സ്ത്രീകളുടെ എണ്ണം ഗ്രാമപ്രദേശത്തിലായിരിക്കും കൂടുതൽ കാണുക അല്ലേ. In countries like India, female participation in farming activities in rural areas is fairly high. നമുക്കറിയാം, മാത്രമല്ല ഗ്രാമപ്രദേശങ്ങൾ കൂടുതലായിട്ടും കൃഷിയിടങ്ങളിൽ കാണും. അവിടെ പണിയെടുക്കാൻ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ വികസ്വര രാഷ്ട്രങ്ങളിലുള്ള സ്ത്രീകൾക്ക് മടിയൊന്നുമില്ല. അവർ കൂടുതലും എൻഗേജ് ചെയ്യുന്നത് പ്രൈമറി ആക്ടിവിറ്റീസിലായിരിക്കും. പക്ഷേ വെസ്റ്റേൺ കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് എടുത്താൽ ഫീമെയിൽസ് മറ്റ് തൊഴിൽ തേടി അർബൻ ഏരിയാസിലേക്ക് പോകും. റൂറൽ ഏരിയാസിൽ മെയിൽ ഡോമിനൻ്റ് ആണ്. കാരണം മെക്കനൈസ്ഡ് ആയിട്ടുള്ള കൃഷി രീതിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത് മെയിൽ പോപ്പുലേഷനാണ്. അതുകൊണ്ട് മെയിൽ പോപ്പുലേഷൻ ഗ്രാമങ്ങളിൽ താമസിക്കുകയും ഫീമെയിൽ പോപ്പുലേഷൻ വിവിധ തൊഴിൽ തേടി അർബൻ ഏരിയാസിലേക്ക് പോവുകയും ചെയ്യും. ജസ്റ്റ് ഓപ്പോസിറ്റാണ് രണ്ടും തമ്മിലുള്ളത്. ഷോർട്ടേജ് ഓഫ് ഹൗസിംഗ്, ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ്, scarcity of job opportunities and lack of security in cities discourage women to migrate from rural to urban areas. ഗ്രാമപ്രദേശത്തു നിന്നും നഗരപ്രദേശങ്ങളിലേക്ക് സ്ത്രീകൾ പോകാൻ ഇഷ്ടപ്പെടാത്തതിൻ്റെ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഹൗസിങ്, വീടിൻ്റെ അല്ലെങ്കിൽ ലഭ്യത കുറവ് അല്ലേ. ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ്, ജീവിത ചെലവ് വളരെ കൂടുതലാണ് അല്ലേ. പിന്നെന്താണ്? ലാക്ക് ഓഫ് സെക്യൂരിറ്റി ഇൻ സിറ്റീസ്, സുരക്ഷിതാവസ്ഥ നഗരപ്രദേശങ്ങൾ താരതമ്യേന കുറവാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഗ്രാമങ്ങളിൽ നിന്നും സ്ത്രീകൾ നഗരപ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ അധികം ഇഷ്ടപ്പെടുന്നില്ല. ലിറ്ററസി അടുത്ത കമ്പോണൻ്റാണ്. പ്രൊപ്പോർഷൻ ഓഫ് ലിറ്ററേറ്റ് പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഇൻ ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഇറ്റ്സ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആസ് ഇറ്റ് റിവീൽസ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, social status of females, availability of educational facilities, policies of government. ഒരു രാജ്യത്ത് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലേ, സാമ്പത്തിക വികസനം ഒന്ന് നോക്കുന്നതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്, ഒരു ഘടകം എന്ന് പറയുന്നത് അവിടുത്തെ ആളുകൾ സാക്ഷരരാണോ എന്നുള്ളതാണ്, ലിറ്ററേറ്റ് ആണോ എന്നുള്ളതാണ് അല്ലേ. അപ്പം അത് ലിറ്ററേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ലിറ്ററേറ്റ് അല്ലെങ്കിലും ആണെങ്കിലും ഒക്കെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, അവരുടെ ഒരു ജീവിത രീതി എങ്ങനെയാണ്,
സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് വുമൻ, സ്ത്രീകളുടെ സാമൂഹിക പദവി എങ്ങനെയാണ്, അവിടെ ആവശ്യത്തിന് വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ടോ, ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെല്ലാം തന്നെ സ്ത്രീകൾക്കും അല്ലെങ്കിൽ ലിറ്ററസിക്ക് പ്രാധാന്യം കൊടുക്കുന്നവയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കും. ലിറ്ററസി കൂടി നിന്നാൽ മെച്ചപ്പെട്ട അവസ്ഥയാണ്, ലിറ്ററസി കുറഞ്ഞു നിന്നാൽ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെസ്സാണ് അല്ലേ. ഇൻ ഇന്ത്യ ലിറ്ററസി റേറ്റ് ഡിനോട്ട്സ് ദി പെർസെൻറ്റേജ് ഓഫ് population above 7 years of age who is able to read, write and the ability to do arithmetic calculation with understanding. ഇന്ത്യയിൽ ലിറ്ററസി എന്ന് പറയുന്നത് ലിറ്ററേറ്റ് ആണ് ഒരു കുട്ടി ലിറ്ററേറ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ, 7 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ എത്ര പേർക്ക് എഴുതാനറിയാം, എത്ര പേർക്ക് വായിക്കാനറിയാം, എത്ര പേർക്ക് സിമ്പിളായിട്ടുള്ള അരിത്തമെറ്റിക് കാൽക്കുലേഷൻ, സിമ്പിളായിട്ടുള്ള ചെറിയ ഗുണിതങ്ങൾ അല്ലെ കണക്കുകൾ ഒക്കെ ചെയ്യാനറിയാം, മനസ്സിലാക്കാനറിയാം. ഇതാണ് ഇന്ത്യയിൽ ലിറ്ററേറ്റ് എന്ന് പറയുന്നതിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത്. എഴുതാനും വായിക്കാനും ചെറിയ അരിത്തമെറ്റിക് കാൽക്കുലേഷൻസ് ചെയ്യാനും കഴിയുന്ന ആളുകളെയാണ് ലിറ്ററേറ്റ് പീപ്പിൾ എന്ന് പറയുന്നത്. അടുത്തതാണ് 5ാമത്തെ കമ്പോണൻ്റാണ് ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ അല്ലേ. ഇതിനകത്ത് 5ആയിട്ട് തരംതിരിക്കുന്നുണ്ട് ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ. ഒന്ന് മുന്നേ ഞാൻ പറഞ്ഞ പ്രൈമറി ആക്ടിവിറ്റീസ്, അതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. ഫാമിങ് കൃഷി, മത്സ്യബന്ധനം ഫിഷിങ്, മൈനിങ് അല്ലെ ഖനനം, ഈ പ്രവർത്തനങ്ങളെല്ലാം പ്രൈമറി അല്ലെങ്കിൽ പ്രാഥമിക പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ്. എന്തൊക്കെയാണ്? ഫാമിങ്, ഫിഷിങ്, മൈനിങ് അല്ലേ. അടുത്തത് സെക്കൻഡറി ആക്ടിവിറ്റിക്കകത്ത് എന്താണ് ഉൾക്കൊള്ളുന്നത്? മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഉൽപ്പാദന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സെക്കൻഡറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ടെറിഷ്യറി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ തൃതീയ പ്രവർത്തനങ്ങൾ അല്ലേ. പ്രാഥമികം, ദ്വിതീയം, തൃതീയം. അപ്പോൾ ട്രേഡ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ ഇവയെല്ലാം ഇതിനകത്താണ് വരുന്നത്. ടെറിഷ്യറി അല്ലെങ്കിൽ തൃതീയ ആക്ടിവിറ്റീസാണ് അല്ലെ. വ്യാപാരം, ഗതാഗതം, വാർത്താവിനിമയം ഇവയെല്ലാം തൃതീയ പ്രവർത്തനങ്ങളാണ്. അടുത്തത് കോർട്ടിനറി ആക്ടിവിറ്റീസ്, ജോബ് അല്ലെങ്കിൽ ചതുർത്ഥ പ്രവർത്തനങ്ങൾ. ക്യൂനറി എന്ന് വെച്ചാൽ പഞ്ചമ പ്രവർത്തനങ്ങൾ. അപ്പോൾ കോർട്ടിനറി ആക്ടിവിറ്റീസിനകത്ത് വരുന്നത് ജോബ് റിലേറ്റഡ് ടു റിസർച്ച്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഡെവലപ്പിംഗ് ഐഡിയാസ്. അപ്പോൾ എന്താണ്? ഏതുമായിട്ട്? റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ, ഗവേഷണമായിട്ട് ബന്ധപ്പെട്ടത്, ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ വിവര സാങ്കേതികമായിട്ട് ബന്ധപ്പെട്ടത്, ഡെവലപ്മെൻറ്റ് എന്താ പറയുക വികസനവുമായിട്ട് ബന്ധപ്പെട്ടത്, ആശയ വികസനമായിട്ട് ഡെവലപ്പിംഗ് ഐഡിയാസ്, ആശയ വികസനവുമായിട്ട് ബന്ധപ്പെട്ടത്. ഇവയെല്ലാമാണ് കോർട്ടിനറി ആക്ടിവിറ്റീസിനകത്ത് വരുന്നത്. അടുത്തത് ക്യൂനറി ആക്ടിവിറ്റീസ് അല്ലേ. പഞ്ചമ പ്രവർത്തനങ്ങൾ എന്ന് പറയും. ജോബ് റിലേറ്റഡ് ടു ഡിസിഷൻ മേക്കിംഗ്, എന്താണ്? തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നയതന്ത്ര തീരുമാനങ്ങൾ എടുക്കുന്ന ആ ഒരു മേഖലകളെല്ലാം ക്യൂനറി ആക്ടിവിറ്റീസിനകത്താണ്. ഈ ഒക്കുപ്പേഷണൽ സ്ട്രക്ചർ is a good indicator of the level of economic development of a nature. നമുക്കറിയാം ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സാമ്പത്തിക വികസനം ചിട്ടപ്പെടുന്നത് അവിടെയുള്ള ആളുകൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നു, പ്രാഥമികമാണോ ദ്വിതീയമാണോ തൃതീയമാണോ വർക്ക് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് അല്ലേ. This is because only a developed economy with industries and infrastructure can accommodate more workers in secondary, tertiary and quaternary sectors. ഒരു ഡെവലപ്ഡ് എക്കോണമി ആണെങ്കിൽ അല്ലെങ്കിൽ വികസിത സാമ്പത്തിക വ്യവസ്ഥയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വികസിത രാഷ്ട്രമാണെങ്കിൽ അവിടെയുള്ള ആളുകൾ എൻഗേജ് ചെയ്യുന്നത് ദ്വിതീയ, തൃതീയ, ചതുർത്ഥ പ്രവർത്തനങ്ങളിലാണ് അല്ലെ. മറ്റു പക്ഷേ ഏതാണ്? അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിൽ ഏത് മേഖലയായിരിക്കും കൂടുതലായിട്ടും? അല്ലെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിൽ പ്രൈമറി ആക്ടിവിറ്റീസ് ആയിരിക്കും. ഇഫ് ദി എക്കോണമി ഈസ് still in the primitive stage, then the proportion of people engaged in primary activities will be high as it involves extraction of natural resources. അപ്പോൾ പ്രൈമറി ആക്ടിവിറ്റീസിലായിരിക്കും എവിടെയുള്ള ആളുകൾ. ഞാൻ മുന്നേ പറഞ്ഞ കാര്യം തന്നെ എന്താണ്? കൂടുതലും ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള ആളുകൾ ഈ പ്രിമിറ്റീവായിട്ടുള്ള സ്റ്റേജിലായിരിക്കും അല്ലെങ്കിൽ പ്രൈമറി ആക്ടിവിറ്റീസിലായിരിക്കും.
പ്രാഥമിക പ്രവർത്തനങ്ങളിലായിരിക്കും അവിടെയുള്ള ആളുകൾ കൂടുതലായിട്ടും ഇൻവോൾവ് ചെയ്യുന്നത്. നാച്ചുറൽ റിസോഴ്സിനെയൊക്കെ എക്സ്ട്രാക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെ പ്രകൃതിയോട് ചേർന്നിണങ്ങിയുള്ള ജീവിത രീതിയൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഡെവലപ്പിംഗ് കൺട്രീസിലുള്ളത്. ഓക്കെ, താങ്ക് യു.